പ്രിയമുള്ളവരെ, ഏവർക്കും ടെക്പീസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമക്കാർക്ക് ഹൈസ്കൂൾ ടീച്ചറിന്റെ സ്കെയിൽ ഓഫ് പേയില ഉടൻ വരാനിരിക്കുന്ന ഒരു മികച്ച അവസരത്തെ പറ്റിയാണ്. അപ്പൊ സ്കെയിൽ ഓഫ് പേ കൊണ്ട് മാത്രമല്ല, വെക്കേഷൻ, പെയ്ഡ് ലീവുകൾ, മറ്റ് ആനുകൂല്യങ്ങൾ എല്ലാം നമ്മൾ നോക്കുവാണെങ്കിൽ ഹൈസ്കൂൾ ടീച്ചറിന് സിമിലർ ആയിട്ട് വരുന്ന വളരെ മികച്ച ഒരു പോസ്റ്റ്, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ വളരെ മികച്ച ഒരു പോസ്റ്റ്, വർക്ക് ലോഡ് ഒക്കെ വളരെ കുറച്ചുള്ള ഒരു പോസ്റ്റ്. ആ പോസ്റ്റിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണുവാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഈ പോസ്റ്റിനെ പറ്റി വിശദമായിട്ടൊന്ന് പരിശോധിച്ചാലോ. അപ്പൊ നമ്മുടെ പോസ്റ്റിന്റെ പേര് നോക്കി, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഓർ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ഓർ ഡെമോൺസ്ട്രേറ്റർ ഓർ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നോക്കി, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമ്മൾ ഈ പോസ്റ്റിനെ പറ്റി വിശദമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റ് എവിടേക്കാണ് വരുന്നത്? പ്രധാനമായിട്ടും എഞ്ചിനീയറിംഗ് കോളേജിൽ, പോളിടെക്നിക് കോളേജുകളിൽ, ടെക്നിക്കൽ ഹൈസ്കൂളിൽ, ജനറൽ സ്കൂളുകളിൽ വർക്ക് എക്സ്പീരിയൻസ് എന്നിവിടങ്ങളിലാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് വരുന്നത്. പിന്നെ അടുത്തത് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2. ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 സാധാരണയായിട്ട് വരുന്നത് എഞ്ചിനീയറിംഗ് കോളേജിലാണ്. ദെൻ ഡെമോൺസ്ട്രേറ്റർ സാധാരണയായിട്ട് പോസ്റ്റുകൾ വരുന്നത് പോളിടെക്നിക് കോളേജിലാണ്. ദെൻ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 സാധാരണയായിട്ട് വരുന്നത് ടെക്നിക്കൽ ഹൈസ്കൂളിലാണ്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഹാൻഡിൽ ചെയ്യുന്ന ടീച്ചേഴ്സ് ആണ് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇത്രയും പോസ്റ്റുകൾക്ക് ഒരു ഒറ്റ നോട്ടിഫിക്കേഷൻ ആയിട്ടായിരിക്കും വിളിക്കുന്നത് കോമൺ ഡിപ്പാർട്ട്മെന്റ്, എന്താണ്, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അപ്പൊ ഇവിടെ ഇത്രയും പോസ്റ്റുകൾക്ക് ഒരൊറ്റ നോട്ടിഫിക്കേഷൻ, ഒരൊറ്റ പരീക്ഷ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഇൻസ്ട്രക്ടർ പോസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ടെക്നിക്കൽ ഹൈസ്കൂളിൽ വരുവാണെങ്കിൽ ഇതൊരു ടീച്ചിങ് പോസ്റ്റ് ആണ്. അവിടെ ട്രേഡ് തിയറി, അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഒക്കെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പൊ സാധാരണ എഞ്ചിനീയറിംഗ് കോളേജിലും പോളിടെക്നിക്കും പോവുകയാണെങ്കിൽ വർക്ക്ഷോപ്പുകളിലെ, ലാബുകളിലൊക്കെ ഇൻസ്ട്രക്ടർ പോലുള്ള പോസ്റ്റുകളാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഇതിന്റെ സ്കെയിൽ ഓഫ് പേ നോക്കി, അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്കെയിൽ ഓഫ് പേ ആണ്. ഹൈസ്കൂൾ ടീച്ചറിന്റെ സെയിം ആയിട്ടുള്ള സ്കെയിൽ ഓഫ് പേ ആണ്. 41,300 തൊട്ട് 87,000 വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. ദെൻ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് ഒന്ന് പരിശോധിക്കാം. ഏജ് ലിമിറ്റ് ഇപ്പം 18 തൊട്ട് 40 വയസ്സ് വരെയാണ്. കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ്. ദെൻ ഇവിടെ നമ്മൾ ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്ന വേക്കൻസി ഒരു 60 വേക്കൻസിക്ക് മുകളിൽ നമ്മൾ ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ ഒന്ന് പരിശോധിക്കാം. അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കിയേ, ഡിപ്ലോമ ഇൻ ദ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി അവാർഡഡ് ബൈ എ യൂണിവേഴ്സിറ്റി ഓർ ഗവൺമെന്റ് ആഫ്റ്റർ അണ്ടർഗോയിങ് എ റെഗുലർ കോഴ്സ് ഓഫ് സ്റ്റഡി ഫോർ നോട്ട് ലെസ് ദാൻ 3 years ഓർ ഇറ്റ്സ് ഈക്വലന്റ്. കൺസേൺഡ് ആയിട്ടുള്ള ബ്രാഞ്ചിൽ 3 വർഷത്തിൽ കുറയാത്ത റെഗുലർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പഠിച്ചവർക്ക് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. അതുമല്ലെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കൺസേൺഡ് ആയിട്ടുള്ള ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബിടെക് ഉള്ളവർക്കും അതിന് മുകളിലോട്ട് യോഗ്യത ഉള്ളവർക്കും ഈക്വലന്റ് ഓർ ഹയർ വെച്ച് അപ്ലൈ ചെയ്യാം. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ നമ്മൾ ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും അതിന്റെ ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയുടെ കാറ്റഗറി നമ്പർ 676/2022 ആയിരുന്നു. അന്ന് പരീക്ഷ നടന്നത് 9/6/2023 OMR പരീക്ഷ അറ്റൻഡ് ചെയ്തവരുടെ എണ്ണം നോക്കിയേ, 10,234 പേരാണ് OMR പരീക്ഷ അറ്റൻഡ് ചെയ്തത്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 23/7/2024 മെയിൻ ലിസ്റ്റിൽ 214 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അന്നത്തെ കട്ട് ഓഫ് മാർക്ക് നോക്കിയേ, 66.67 ആയിരുന്നു. ലാസ്റ്റ് അഡ്വൈസ് നടന്നത് 28/2/2026 ഇതുവരെയും 112 അഡ്വൈസ് ആണ് നടന്നിട്ടുള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, 112 അഡ്വൈസ് ആണ് ഇതുവരെ നടന്നിട്ടുള്ളത്. ഇനിയും ഒരുപാട് അഡ്വൈസ് നടക്കാനുണ്ട്. ദെൻ നമ്മുടെ റാങ്ക് ലിസ്റ്റിന്റെ അവസ്ഥ നോക്കിയേ, റാങ്ക് ലിസ്റ്റ് 22/7/2027 നമ്മുടെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകും. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകുമ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഉടനെ നോട്ടിഫിക്കേഷൻ വിളിക്കണം, പരീക്ഷ നടത്തണം, പിന്നെ പരീക്ഷയ്ക്ക് ശേഷം ഇന്റർവ്യൂ ഉണ്ടാകും, അതിനുശേഷമേ റാങ്ക് ലിസ്റ്റ് വരത്തുള്ളൂ.
അപ്പൊ അതിനുള്ള ഗ്യാപ്പ് വേണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് തയ്യാറെടുക്കുക. ഓക്കെ, ദെൻ ഇതിന്റെ സെലക്ഷൻ സ്റ്റേജസ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ എന്തായാലും നമുക്ക് 100 മാർക്കിന്റെ ഒരു OMR ബേസ്ഡ് പരീക്ഷ ഉണ്ടാകും. ആ പരീക്ഷയിൽ ഷോർട്ട് ലിസ്റ്റഡ് ആകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. അതിനുശേഷം 20 മാർക്കിന്റെ ഇന്റർവ്യൂ ഉണ്ട്. അങ്ങനെ 100 മാർക്കിന്റെ OMR പരീക്ഷയുടെയും 20 മാർക്കിന്റെ ഇന്റർവ്യൂവിന്റെയും ടോട്ടൽ മാർക്ക് ചേർത്തിട്ടാണ് നമ്മുടെ റാങ്ക് തീരുമാനിക്കപ്പെടുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ സിലബസിന്റെ ഒരു ഓവർവ്യൂ നമുക്ക് നോക്കാം. അപ്പൊ 10 മൊഡ്യൂളുകളായിട്ടാണ് സിലബസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെ സബ്ജക്റ്റ് ആണ് പഠിക്കാനുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഓരോ മൊഡ്യൂളിലായിട്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ് 10 മാർക്ക്. സെക്കൻഡ് മൊഡ്യൂളിൽ ഹൈഡ്രോളിക് മെഷീൻ 10 മാർക്ക്. ദെൻ തേർഡ് മൊഡ്യൂള് തെർമോഡൈനാമിക്സ് 10 മാർക്ക്. ഫോർത്ത് മൊഡ്യൂള് തെർമൽ എഞ്ചിനീയറിംഗ് ആൻഡ് പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ് 10 മാർക്ക്. ദെൻ ഫിഫ്ത് മൊഡ്യൂള് മെക്കാനിക്സ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് 10 മാർക്ക്. ദെൻ സിക്സ്ത് മൊഡ്യൂള് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് 10 മാർക്ക്. സെവൻത് മൊഡ്യൂള് മാനുഫാക്ചറിംഗ് പ്രോസസ് ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് 10 മാർക്ക്. Then 8th module engineering drawing and machine design 10 മാർക്ക്. Then 9th module IC engines and steam boilers 10 മാർക്ക്. Then 10th module heat transfer and refrigeration 10 മാർക്ക്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സിലബസ് ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനെ ബേസ് ചെയ്തിട്ടുള്ള സിലബസ് ആണ്. അപ്പൊ ഡിപ്ലോമ ലെവലിൽ പഠിക്കാനുള്ള ആ ഒരു ലെവലിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരുപാട് ഹയർ ലെവലിൽ പഠിക്കേണ്ട കാര്യമില്ല. ഡിപ്ലോമ ലെവലിൽ പഠിച്ചാൽ മതി. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഡിപ്ലോമ ലെവലിലുള്ള ബുക്സുകൾ നിങ്ങൾ റെഫർ ചെയ്താൽ മതി. ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച ഒരു അവസരമാണ് ഈ പോസ്റ്റ്. അപ്പൊ വർക്ക് ലോഡ് നമ്മൾ നോക്കുവാണെങ്കിൽ വർക്ക് ലോഡ് വളരെ ചെറിയൊരു വർക്ക് ലോഡാണ്. ഒരു ഹൈസ്കൂൾ ടീച്ചറിന്റെ വർക്ക് ലോഡ് ഒന്നും ഇതിനില്ല. അപ്പൊ നമുക്ക് വർക്ക് ലോഡ് വളരെ കുറവ്, സാലറി പാക്കേജ് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി പാക്കേജ്, നമുക്ക് വെക്കേഷനും മറ്റ് ആനുകൂല്യങ്ങളെല്ലാം നമുക്ക് ഹൈസ്കൂൾ ടീച്ചറിന് സമാനമായിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ അതൊരു വലിയ മണ്ടത്തരമായിരിക്കും. നമ്മൾ വലിയ ചാൻസ് ആണ് നമ്മൾ അവിടെ കളയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ തയ്യാറെടുപ്പ് ആരംഭിക്കുക. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും മികച്ച വിജയം കൈവരിച്ച സ്ഥാപനമായിട്ടുള്ള ടെക് PSCയോടൊപ്പം എന്റെ മെന്റർഷിപ്പിൽ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരോടൊപ്പം പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. ഈ എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവരോടും ഞാൻ പറയാനുള്ളത്, നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കുക. നിങ്ങൾക്ക് കോച്ചിങ് ആവശ്യമുണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനമായിട്ടുള്ള ടെക് PSCയിലേക്ക് ജോയിൻ ചെയ്യാം. ഈ എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.